നമസ്കാരം. കേരളത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ ഒരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. ഇത്രയും ആഘാതമേറിയ ഒരു ദുരന്തം എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്ന് വാർത്തയൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യം കണ്ടത് വയനാട് ദുരന്തത്തിന്റെ വാർത്തയായിരുന്നു. നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോയി. ആ സമയത്ത് ഇത്രയും വലിയ ആഘാതമേറിയ ദുരന്തമായിരുന്നു എന്ന് നമുക്കറിയില്ല. പിന്നീട് അവിടേക്ക് ആളുകൾ എത്തി, എല്ലാ കാര്യങ്ങളും എല്ലാ വാർത്തയും പുറത്തു വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ദുരന്തമാണ് കേരളത്തിന് അനുഭവിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. 400ഓളം വീടുകൾ പോയി, ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. ഒരു വീട്ടിലെ എനിക്ക് തോന്നുന്നു ഒരാളെയൊക്കെ അവശേഷിപ്പിച്ചിട്ട് ബാക്കി എല്ലാവരെയും ആ ദുരന്തം കൊണ്ടുപോയി. അത്രയും ആൾക്കാരുടെ കണ്ണീരും ദുരിതവും ഒക്കെ കണ്ട് കേരളത്തിലുള്ള ആൾക്കാർ മുഴുവൻ കണ്ണീരൊഴുക്കി. കാരണം നമ്മുടെ സഹജീവികളാണ്, നമ്മുടെ സഹോദരന്മാരാണ് അവിടെ മരണപ്പെട്ടത്. ആ സമയത്ത് കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് അവർക്ക് വേണ്ടി ഒത്തുചേർന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്ത് ചെയ്തു? കോടിക്കണക്കിന് രൂപയാണ് ചെന്ന് കയറിയത്. കാരണം വയനാട് ദുരന്തബാധിതർക്ക് അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാനും അവർക്ക് ആ സമയത്ത് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ സജ്ജരായിട്ട് അവിടേക്ക് പോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വീട് നഷ്ടപ്പെട്ട പാവങ്ങൾ, അവശേഷിക്കുന്ന ആ പാവങ്ങൾക്ക് അവർക്ക് വീട് വെച്ച് നൽകാനും അവരെ ഇനി നല്ല രീതിയിൽ പുനരധിവാസത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും രൂപ CMന്റെ ഫണ്ടിലേക്ക് നിക്ഷേപിച്ചത്. ഓരോ ആൾക്കാരും, നമ്മുടെ കേരളത്തിലുള്ള ഓരോ ആൾക്കാരും അതിലേക്ക് 10 രൂപയെങ്കിൽ 10 രൂപ ഇട്ടിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നടന്മാരും നമ്മുടെ കേരളത്തിലുള്ള നടന്മാരും നടീനടന്മാരും അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരന്മാരും ഒക്കെ തന്നെ ആ ഫണ്ടിലേക്ക് പൈസ നിക്ഷേപിച്ചു. 800 കോടി രൂപയാണ് കണക്കിൽപ്പെടുന്നത്. ഈ പൈസ കിട്ടി. നമ്മളെപ്പോഴും ഒരു സംസ്ഥാനത്തുള്ള ആൾക്കാർക്ക് ദുരിതം വരുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് ആദ്യം പ്രവർത്തിക്കേണ്ടതും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും ആ സംസ്ഥാനത്തുള്ള ഗവൺമെന്റ് ആയിരിക്കണം, സർക്കാരായിരിക്കണം. എന്നാൽ ദുരിതബാധിതർക്ക് 2 വർഷം പിന്നിട്ടപ്പോഴും ഇതുവരെയും സർക്കാർ പണിഞ്ഞ വീടുകളിലേക്ക് കയറി താമസിക്കാൻ സാധിച്ചിട്ടില്ല. എലക്ഷൻ വന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്, കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പെട്ടെന്ന് ടൗൺഷിപ്പ് ഉദ്ഘാടനം നടത്തിയതിനു ശേഷമാണ് ആ വീടുകളുടെയൊക്കെ പോരായ്മകളെ പറ്റിയിട്ടുള്ള വാർത്തകൾ നമ്മൾക്ക് കേൾക്കാനിടയായത്. പിന്നെ സർക്കാർ മാത്രമല്ല പിരിച്ചത്, മറ്റുള്ള പാർട്ടിക്കാരൊക്കെ തന്നെ പിരിച്ചു. കോൺഗ്രസ്സുകാർ വീട് പണിഞ്ഞു നൽകാമെന്ന് പറഞ്ഞു, അവര് പിരിച്ച പൈസ എവിടെ പോയി? വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് എത്ര രൂപയാണ് പിരിച്ചെടുത്തത് എന്നുള്ള കണക്കെങ്കിലും അവർ പുറത്തുവിട്ടത്. ഒരുപാട് സമ്മർദ്ദത്തിന് ശേഷം നമ്മുടെ സർക്കാരും കണക്കുകളൊക്കെ പുറത്തുവിട്ടു. പക്ഷെ ആ കണക്കുകളിലൊക്കെ ഒരുപാട് പോരായ്മയുണ്ട്. ഈ പിരിച്ചെടുത്ത പൈസയുടെ 1/4 പൈസ മതിയായിരുന്നു ഇതിനോടകം തന്നെ അവിടെ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് വെച്ച് നൽകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിടിപ്പുകേട് തന്നെയാണ് ഇതുവരെയും സർക്കാരിന്റെ വീടുകളിലേക്ക് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാതിരുന്നത്. എന്നാൽ അവിടെ വ്യത്യസ്തരാകുകയും മാതൃക ആകുകയും ചെയ്തത് മുസ്ലിം ലീഗാണ്. പലപ്പോഴും ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഏത് വ്യക്തികളായിക്കോട്ടെ, അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതിനെ വിമർശിക്കാറുണ്ട്. ഇതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ ഒരുപാട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ മുസ്ലിം ലീഗ് ചെയ്ത ഈ ഒരു നന്മ പ്രവൃത്തിയെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ സുഡാപ്പി എന്ന് വിളിക്കുന്നുമുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ വിഭാഗക്കാരായിട്ട് അങ്ങ് മാറും. പക്ഷെ അയാളെ എതിർത്ത് വീഡിയോ ചെയ്യുമ്പോഴേക്കും നമ്മൾ വേറൊരു വിഭാഗക്കാരുമായിട്ട് മാറും. തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കുകയും നന്മ ചെയ്തു കഴിഞ്ഞാൽ അതും ചൂണ്ടിക്കാണിക്കണം. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് നന്മയും ചൂണ്ടിക്കാണിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിന് വേണ്ടത് നന്മയാണ്. 51 വീടുകൾ, എനിക്ക് 51ഓ 55ഓ വീടുകളിലേക്ക്, മുസ്ലിം ലീഗ് പണിഞ്ഞ വീടുകളിലേക്ക് ആൾക്കാർ താമസിച്ചു. ആ 55 വീടുകളിലും ആൾക്കാർ വന്ന് താമസിച്ചു. ഓരോരുത്തരും അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പൂജയും പ്രാർത്ഥനയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവർ ആ വീടുകളിലേക്ക് താമസിച്ചത്. എത്ര നല്ല പ്രവൃത്തിയാണ്! കേരളത്തിന് മുഴുവൻ മാതൃകയാകുന്ന ഒരു പ്രവൃത്തിയാണ്. അവർ പൈസ പിരിച്ചു, അവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് നൽകി. 3 ബെഡ്റൂമുള്ള നല്ല വീടാണ് വെച്ച് നൽകിയത്. ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നാടകം കളിക്കാൻ വേണ്ടിയിട്ടോ PR വേണ്ടിയിട്ടോ ചെയ്തതല്ല. അവർ PR ഏറ്റെടുത്തില്ല. അവിടെയുള്ള ആൾക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വീട് വാങ്ങിച്ചത് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അവിടെയുള്ള ആൾക്കാരുടെ വിഷമവും വേദനയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഒപ്പം നിന്ന് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ അവരെ PR വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ മാതൃകാപരമായിട്ട് അവർക്ക് വീട് കൈമാറി. നല്ലൊരു ചടങ്ങ് നടത്തി വീട് കൈമാറി. എന്ത് മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്! മാതൃകയാക്കേണ്ട കാര്യമാണ്. മറ്റുള്ള പാർട്ടിക്കാരും വിഭാഗക്കാരും ഇതൊക്കെ കണ്ടുപഠിക്കുക. അവർക്ക് വേണ്ടിയിട്ട് വീട് വാഗ്ദാനം ചെയ്ത ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഈവൻ അഖിൽ മാരാർ വരെ 3 വീടാണ് വാഗ്ദാനം ചെയ്തത്. എന്നിട്ട് ഈ വാഗ്ദാനങ്ങളിൽ കാര്യമില്ല, നമ്മൾ ചെയ്തു കൊടുക്കുന്നതിലാണ് കാര്യം.
മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കൊട്ടിഘോഷിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം അവിടെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം അവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടു, അദ്ദേഹം വിതുമ്പുന്നത് കണ്ടു, കരയുന്നത് കണ്ടു. പല ആൾക്കാരും പറഞ്ഞത് നാടകമാണ് എന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആമുഖത്തിൽ നടക്കുന്ന ഒരു ചടങ്ങല്ല. ഈ വീട് താമസം കഴിഞ്ഞ് അവർ സൗകര്യത്തിൽ എല്ലാവരെയും വിളിച്ചതാണ്. അതനുസരിച്ച് വയനാട്ടിൽ നിന്നുള്ള നേതാക്കളുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്. അതുകൊണ്ട് ഇത് അവരുടെ ചടങ്ങാണ്. അപ്പം അതിന് ഞങ്ങളെ ക്ഷണിച്ച അനുസരിച്ച് ഞങ്ങൾ വന്നതാണ്. അവരുടെ താമസവും അതുപോലെ തന്നെ അവരുടെ കർമ്മപ്രകാരം വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹൗസ് വാമിങ് രാവിലെ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും വേണ്ടി തങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഇതിനകം അതിൻ്റെ ഉദ്ഘാടന വേളയിലും മറ്റു സന്ദർഭങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും ദുരിപ്പിക്കുന്നില്ല. നമ്മളവരുടെ സന്തോഷം കണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം കടന്നു വന്നവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ അവരുടെ മുഖത്ത് കണ്ടതിൽ ആനന്ദാശ്രമാണ്. അത്രയും ചെയ്യാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. കണ്ടില്ലേ, ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട്. അത് നാടകമാണെന്ന് ആൾക്കാർ പറയുന്നത്. എന്തു ആയിക്കോട്ടെ, നാടകത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ആ 55 കുടുംബങ്ങൾ, അല്ലെങ്കിൽ എനിക്കൊന്നും കറക്റ്റ് കണക്കറിഞ്ഞ 51 55 ആ 51 കുടുംബങ്ങൾക്ക് ആ സമയത്തുണ്ടായ സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 വർഷം മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ആ വേദനയും ദുരിതവും, സന്തോഷം ഉണ്ടാവും, എന്നാലും അവർക്ക് പൂർണ്ണമായിട്ട് സന്തോഷം ഉണ്ടാവത്തില്ല. കാരണം ഒരു വീട്ടിലൊക്കെ ഒരു വ്യക്തിയേ ഉള്ളൂ, ഒരു കുടുംബത്തിന്റെ ഒരേ ഒരു വ്യക്തിയെ അവശേഷിക്കുന്നുള്ളൂ. ഒരമ്മയ്ക്ക് 3 മക്കളെ നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് ഭർത്താവിനെയും മക്കളെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ജീവനോടെ ഇരിക്കുന്നവര്. അവരുടെ കണ്ണീര് കണ്ടിട്ടാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്തത്? നമ്മളെല്ലാവരും നമ്മളെ കഴിയാൻ വിധമുള്ള പൈസ പിരിച്ചെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിക്ഷേപിച്ചത്. എന്നിട്ട് അവരുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു? ഇപ്പൊ സാധിച്ചു. ഇവര് കാരണം അത് സാധിച്ചു. ആ 55 കുടുംബങ്ങളുടെ എങ്കിലും സന്തോഷം കാണാൻ വേണ്ടിയിട്ട്, അവരുടെ എങ്കിലും മനസ്സിൽ ഒരല്പം ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്തത് കൊണ്ട് നമുക്കത് കാണാൻ സാധിച്ചു. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് മുൻകൈ എടുത്ത് ഗവൺമെന്റിന്റെ അടുത്ത് കൊണ്ടുപോയ പൈസ എന്തി? ആ പൈസ എവിടെ പോയി? ആൾക്കാർ പറയുന്നുണ്ട് കണക്കുകൾ വ്യക്തമായിട്ടുണ്ട്, ലിങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് കണക്കുകളല്ല കാണേണ്ടത്. എന്തുകൊണ്ട് വീടുകൾ ഇതിനോടകം തന്നെ കൈമാറിയില്ല? 2 വർഷമായി. അപ്പൊ ഗവൺമെന്റിന്റെ പിടിപ്പുകേടല്ലേ? അവരെ 2 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അവരൊരു വലിയ ദുരന്തം ഫേസ് ചെയ്തവരാണ്. ആ ദുരന്തം ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് 1 വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ വീട് പണിയാം. 1 വർഷം വേണ്ട, നല്ലതുപോലെ ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് വീടുകൾ പണിഞ്ഞ് അവർക്ക് കൈമാറാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പം ഭയങ്കര ദ്രുതഗതിയിൽ പണിയൊക്കെ നടത്തുന്നുണ്ട്. പണി കഴിഞ്ഞ വീടുകളുടെ പോലും മണ്ടയ്ക്ക് വിള്ളൽ വരുന്നുണ്ട്. സിമെന്റും ആ സാധനമൊക്കെ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്, ചേർക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം പണിഞ്ഞ് കയറി താമസിക്കുന്നതിന് മുമ്പ് തന്നെ വീടുകൾക്ക് പോരായ്മയാണ്. പക്ഷെ ഇവരുടെ വീടുകൾക്ക് ഇതുവരെ ഒരു പോരായ്മയും ആരും പറഞ്ഞില്ല. മാധ്യമങ്ങളെല്ലാം അവിടെ പോയായിരുന്നു, റിപ്പോർട്ട് ചെയ്തായിരുന്നു. എല്ലാം നല്ല വീടുകളാണെന്നാണ് ഓരോ മാധ്യമങ്ങളും പറഞ്ഞത്. ഒരു മാധ്യമം പോലും കുറ്റം പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റുള്ളവർക്ക് കുറ്റം പറയാനില്ല, അതുകൊണ്ടാണ് മറ്റുള്ളവർ കുറ്റം പറയാത്തത്. കാരണം അവർ കുറ്റം പറഞ്ഞ് വരും. അപ്പം നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തി. ഇവിടെയും മതം കണ്ട് മതത്തിന്റെ പേരിൽ ആൾക്കാരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാർ കാണും. ഇനി പതിയെ പതിയെ കുറെ ആൾക്കാർ തലപൊക്കി വരും. മുസ്ലിം ലീഗ് ആ വീട് പണിഞ്ഞതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, എന്തോ ദുരുദ്ദേശത്തിലൂടെയാണ് അവർ വീട് പണിഞ്ഞത്, വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞു വരും. അങ്ങനെയുള്ള ആൾക്കാരുടെ ചിന്താഗതി അനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് മനുഷ്യത്വപരമായിട്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടാക്കാൻ വരുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലുള്ള ആൾക്കാർക്ക് എല്ലാം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് ചെയ്തത്. മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെയും കൊണ്ട് സാധിക്കാത്ത, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെയും കൊണ്ട് സാധിക്കാത്ത കാര്യം അവരെയും കൊണ്ട് സാധിച്ചു.